അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം, അത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ ഇരുന്ന് പോയി. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അടി നടുവിലിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊപ്പിയുടെ അച്ചായനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ചായൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് അച്ചായന്റെ ഒരു ബന്ധു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അച്ചായൻ തന്റെ ഒരുപാട് പണം പറ്റിച്ചു എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്തിട്ടുണ്ട് എന്നും ആ ബന്ധു വെളിപ്പെടുത്തുന്നുണ്ട്. അതിനെല്ലാം പുറമെ അച്ചായന്റെ മുൻ കാമുകി എന്ന് പറഞ്ഞ് അച്ചായൻ തന്നെ വെളിപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയുമായിരിക്കും, ജിനു തോമസ് എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഒരുപാട് സ്റ്റോറികൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഈ അച്ചായൻ ഈ പെൺകുട്ടിയായിട്ടുള്ളത് ഇടുമായിരുന്നു. അവസാനം അവള് തേച്ചിട്ട് പോയെന്നുള്ള രീതിയിൽ അച്ചായൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അവസരത്തിൽ ജിനുവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ജിനു പറയുന്നത് 6 മാസം മുന്നെയാണ് അച്ചായനെ പരിചയപ്പെടുന്നത് എന്നാണ്. ഏതോ പാർട്ടിക്ക് പോയ സമയത്ത് അവിടെ വെച്ചാണ് അച്ചായനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ബന്ധം വളർന്നു. അങ്ങനെ അവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. അങ്ങനെയാണ് ഒരു ദിവസം ഈ പറയുന്ന അച്ചായൻ ജിനുവിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഒരു ഹോം നേഴ്സിനെ നോക്കണം, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ജിനുവിനെ സംബന്ധിച്ചിടത്തോളം ജിനുവിന്റെ അറിവില് ഹോം നേഴ്സ് ആയിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. ഒരു ദിവസം വീണ്ടും അച്ചായൻ വിളിച്ചു. ഇത്തവണ അച്ചായന് പകരം സംസാരിച്ചത് അച്ചായന്റെ അമ്മയാണ്. അങ്ങനെ അമ്മയുമായി സംസാരിച്ചപ്പോൾ അവരുടെ സംസാര ശൈലിയും തമാശയും ഒക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചു ദിവസം അവരോട് സംസാരിച്ചപ്പോൾ ആ അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ശുശ്രൂഷിക്കാമെന്ന് ആഗ്രഹം ജിനുവിന് വരാൻ തുടങ്ങി. ആ രീതിയിലായിരുന്നു അമ്മയുടെ ഇടപെടൽ എന്നാണ് ജിനു പറയുന്നത്. അങ്ങനെയാണ് അവർ അച്ചായന്റെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയത്, അതും അമ്മയെ പരിചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് ജിനു പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്ക്. പോയപ്പോ ഈ പുള്ളി അപ്പം തൊപ്പിയായിട്ട് ലൈവുള്ള സമയമാണ്. പുള്ളി പോകുന്നു, 12 മണി 1 മണിയാകുമ്പോൾ വരുന്നു. നമ്മൾ നോർമലി ഡോറ് തുറന്നു കൊടുക്കുന്നു, പുള്ളി കയറുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോർമലി പോകുന്നു. ആ സമയത്ത് ഈ പുള്ളി ഒരു സംശയം, നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോണ്ടാക്റ്റാ പുള്ളി നമ്മുടെ അടുത്ത്. അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല, ഇങ്ങനെ അത് ചെയ്യരുത്, ഇത് അങ്ങനെ ചെയ്യരുത്, നിന്നെ ഫോണിൽ ഇങ്ങനെ കോൾ വരരുത് എന്നുള്ള രീതി. നമ്മൾ ചേട്ടാ അത് പറ്റത്തില്ല, എന്റെ ഫ്രണ്ട്സ് വിളിക്കും, എന്റെ ഫാമിലി അതെന്റെ ഇഷ്ടമല്ലേ, അത് ചേട്ടനോട് പറയണ്ട, വീട്ടിൽ ഇരിക്കുന്ന ചേട്ടന് അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നു. ഇല്ല അങ്ങനെ പറ്റത്തില്ല ഒന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് തറയിലോട്ട് ഒരൊറ്റ അടി, എന്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര കരഞ്ഞു. എനിക്കങ്ങ് വിറച്ചുപോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇത്. അപ്പൊ അവർ അമ്മ ചോദിച്ചു, എന്തുവാണ് നീ കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ ടോക്ക് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വീട്ടിൽ വിളിക്കും, അവർ ടെൻഷൻ അടിക്കും, ഒന്നാമത് ഇങ്ങനെയൊക്കെ ഒന്നിക്ക് ടെൻഷൻ അടിക്കും, എനിക്ക് എങ്ങനെയല്ലേ എന്റെ ഫോൺ ശരിയാക്കിത്താ, അല്ലെങ്കിൽ എനിക്ക് നാളെ എന്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എറണാകുളത്തുള്ള മൊബൈൽ കെയർ ഒരു ഷോപ്പുണ്ട്, അതിലെ താജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, അവന്റെ ഫ്രണ്ടാ. ആ പുള്ളിക്കാരന്റെ ഷോപ്പിൽ പോകുന്നു, ഫോൺ പുതിയത് വാങ്ങിച്ചു തരുന്നു. വേറെ ഭയങ്കര, പിന്നെ പുള്ളി ടെൻഷന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ പുറത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിട്ടു ചിലപ്പം പോട്ടെ. അപ്പോഴും എന്റെ മനസ്സിലൊരു ഇതുണ്ട്, ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നോർമലി പുള്ളി എനിക്ക് അവിടെ പോയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു തരുന്നു. കാരണം എന്റെ ഫോൺ പോയിട്ടല്ല, ഞാൻ അങ്ങനെ ഔദാര്യം വാങ്ങിച്ച ഫോണൊന്നുമില്ല, പുള്ളി പറയുന്നതൊക്കെ അങ്ങനത്തെ ഡയലോഗുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നന്നാക്കി തന്നാൽ മതിയെന്ന്. പക്ഷെ പുള്ളി എനിക്ക് വേറൊരു ഫോണായിട്ട് വാങ്ങിച്ചു തന്നു, അതും കടവായിട്ട് അവിടുന്ന് വാങ്ങിച്ചത് കേട്ടോ. പൈസ റെഡി ക്യാഷ് ഒന്നും. ഇന്നും ആ ചെറുക്കൻ എന്നെ കാണുമ്പോൾ എന്നോട് വിഷമം പറയും. ആ ബെസ്റ്റ്, ആ കടക്കാരനെയും പൂജിച്ച്. ഇവിടെ അവസാനം ജിനു പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഫോൺ അടിച്ച് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫോൺ വാങ്ങിച്ച് തന്നെങ്കിൽ കൂടിയും ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞതെന്ന്. ശരിക്കും പറഞ്ഞാൽ അന്നേരമാണ് ജിനുവിനോട് ചോദിക്കാനുള്ളത്, എന്തിന് ഇത്രയും ടെൻഷൻ അടിച്ച് അവിടെ പിടിച്ചു നിൽക്കണമെന്ന്. ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോയാ പോരെ? അയാൾ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമായിരുന്നല്ലോ. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്നിട്ടും എന്തുകൊണ്ട് ആ വീട്ടിൽ പിടിച്ചു നിന്നു? ചിലപ്പോ ഈ അമ്മയുടെ കമ്മിറ്റ്മെന്റ് കൊണ്ടാവാം. എന്തായാലും ഫോണൊക്കെ അടിച്ചു പൊട്ടിച്ച് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും പിന്നെ അച്ചായൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയതും സംസാരിക്കുന്നതും പെരുമാറ്റവും എന്നൊക്കെയാണ് ജിനു പറയുന്നത്. അങ്ങനെ ജിനുവിന് അച്ചായനെ കുറിച്ച് കുറച്ച് ധാരണകൾ വരാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ദേഷ്യം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ വെറും പാവമാണെന്നുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് ജിനുവിനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഇവര് തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി വളർന്നു. അങ്ങനെ ഇവര് പുറത്തു പോകാൻ തുടങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലും ഷോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി. ആ ഒരു ലെവലിലേക്കൊക്കെ ഇവരുടെ ബന്ധം വളരാൻ തുടങ്ങി. അതിനെ കുറിച്ച് ജിനു പറയുന്നു കേട്ടോ. അങ്ങനായി കുറെ കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരനുമായിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള ക്ലോസ് മിങ്കിളായി കഴിഞ്ഞപ്പോൾ എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അതായത് പുറത്തൊക്കെ പോകുന്നത് അവിടെ തന്നെ, എറണാകുളം തന്നെ പുറത്തോട്ട് പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ പോയില്ല, നമുക്ക് നമ്മൾ ഭയങ്കര കമ്പനിയായി, നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാൻ തുടങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാൻ തുടങ്ങി, കടയിലൊക്കെ പോകാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോഴും ജിനു പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നാണ്.
പക്ഷെ ഇവരുടെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ്. ആ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തോ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കറങ്ങാൻ പോകുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രേമം അവിടെ ഉടലെടുത്തോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് എന്റെ ഒരു തോന്നലാവാം, ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എന്നാലും ബാക്കി കൂടെ കേട്ടു നോക്കാം. ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുമെന്നറിയാലോ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ പോകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എന്റെ ബോഡി എങ്ങനെയാണ് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷൻ ആയപ്പോ അവരുടെ അമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയും. ഓക്കെ, ഈ ഓർക്കാപ്പുറത്ത് അടി കൊടുത്തിട്ടും ഇത്രയും വലിയൊരു അടി കൊടുത്തിട്ടും അവിടെ ജിനു പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അതെന്തിനായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അപ്പോഴും ജിനു അവിടെ പിടിച്ചു നിന്നു. ആ സമയത്തും ജിനുവിന് അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ജിനു അത് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും ഒരു കാരണവുമില്ലാതെ ഓർക്കാപ്പുറത്ത് ഉപദ്രവിച്ചു, അപ്പോഴും ജിനുവിന് അവിടെ നിന്ന് ഇറങ്ങി പോരായിരുന്നു, അപ്പോഴും അത് ജിനു ചെയ്തില്ല. എന്തായാലും ജിനുവിനെ ആ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പറയായിരുന്നു ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് ജിനു അവിടെ നിൽക്കുന്നത്. പിന്നെ ജിനു പറയുന്നത് അവരുടെ കാമുകിയും അല്ല, അച്ചായന്റെ കാമുകിയല്ലെന്നാണ്. പിന്നെ എന്തിനാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്? കാമുകിയായിരുന്നെങ്കിൽ ആ കമ്മിറ്റ്മെന്റ് എങ്കിലും ഉണ്ടെന്ന് പറയായിരുന്നു. ഇപ്പൊ അതുമല്ല. ആകെ ഈ അച്ചായനും ജിനുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന സൗഹൃദ ബന്ധം മാത്രമാണ്. ആ ബന്ധത്തിന് പുറത്ത് ഇത്രയൊക്കെ ഉപദ്രവങ്ങൾ നേരിട്ടിട്ട് എന്തിനാണ് അവിടെ പിടിച്ചു നിന്നുള്ളതെന്നാണ് ആ കാര്യത്തിൽ എനിക്ക് എന്തോ കൺവിൻസിങ് അല്ലാത്ത പോലെ തോന്നുന്നു. പിന്നെ പറയുന്ന പുള്ളിക്കാരി എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാമെന്നാണ്. ആ സമയത്ത് തൊപ്പിയും കൂട്ടി അച്ചായൻ അവിടെ വന്നു എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് ജിനു പറയുന്നു കേട്ടു. ഞാൻ പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു. അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ജിനു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാ, നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുക. അപ്പത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാല് പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കുക, പുള്ളി ആവശ്യമില്ല. ഞാൻ പറയും എനിക്കിത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല, ഞാൻ ആരുമല്ല, വേറെ ആരും അല്ല, എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ഇനി നീ ഒന്ന് ക്ഷമിച്ചേക്ക്, ഞങ്ങൾ ഇടപെട്ടോളാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലാന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി ഇനി ഞാനും ഇടപെടത്തില്ല, നിങ്ങളുടെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടും. ഫാമിലി കാര്യം മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവർ പുള്ളിക്കാരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു, വലിയ ഷൗട്ടിംഗ് ഒന്നുമില്ല, നോർമലി ഉള്ള ഞാൻ അവരുടെ കാര്യം നോക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് തന്നെ അതാ പറഞ്ഞേ, ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറയ്ക്കാൻ നോക്കിയാലും അത് പുറത്ത് വരുമെന്നുള്ളത് കറക്റ്റാ. അതെനിക്ക് മനസ്സിലായി പുള്ളിയുടെ കാര്യത്തിൽ. ഇത് തന്നെ ഷൗട്ട്. ആ സമയത്ത് അവർ വീട് ഷിഫ്റ്റാ, അത് ഫ്ലാറ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് തന്നെ അവിടുന്ന് മാറുന്നത് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവര് വേറെ വീട് നോക്കുന്നു. ഇപ്പൊ ആ സ്ഥലം ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് അവര് പുതിയ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ പോയി താമസിക്കുന്നു. എല്ലാം വല്ല നമ്മളെ ഫാമിലി അപ്പോഴും അവിടെ എല്ലാവരും വൈഫ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നോർമലി പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും വൈഫി, എന്റെ വൈഫി വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് വിടുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന നോർമൽ നമ്മളിങ്ങനെ ഒരു ഷോപ്പിന്റെ കാണുമ്പോൾ എടുക്കില്ല, അതുപോലൊക്കെ ഉള്ള ഒരു വീഡിയോസ് അതിനെ എടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്യാപ്ഷൻ പറയുന്നത് നോർമൽ ഒരു ഫോട്ടോ വളച്ചൊടിച്ച് ഈ കാമുകിയായിട്ട് ചിത്രീകരിച്ച് വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു എന്നാണ് ജിനു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അവരുടെ ആ അച്ചായന്റെ കാമുകി അല്ല എന്ന് തന്നെയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ തന്നെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ അതിനെ ചൊല്ലി അച്ചായനും ജിനുവും തമ്മിൽ വഴക്കായി. അങ്ങനെയാണ് ആ വീട്ടിൽ നിന്നും താൻ ഇറങ്ങി പോയതെന്നാണ് ജിനു പറയുന്നത്. ഓക്കെ, നല്ല കാര്യം, അപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി പോകാൻ തോന്നിയല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്നേനെ. എന്തായാലും ഇവിടെ അച്ചായന്റെ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് ജിനു പറയുന്നു, അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. അമ്മയുടെ സ്വഭാവം എന്തായിരുന്നു? വളരെ മോശമാണ്. നമ്മളെ അതാ ഞാൻ പറഞ്ഞ നമ്മളെ ട്രാപ്പിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം. ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എന്റെ അമ്മയാണ് എനിക്കെല്ലാം, ഇപ്പോഴും പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എനിക്കെല്ലാം. ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ പുള്ളിക്കാരത്തി വയ്യ എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത്. സത്യം പറഞ്ഞാൽ ഈ പുള്ളി പേടിപ്പിച്ചിരുത്തുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. പുള്ളിക്കാരുടെ സ്വഭാവം എന്റെ അഭിപ്രായത്തിൽ, എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ്. ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല.
എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവിടെ ജിനു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികളെ വളച്ചെടുത്ത് ഈ അച്ചായന്റെ അമ്മ അച്ചായന് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ പണി എന്നാണ് പറയുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്ത അച്ചായന്റെ ബന്ധുവിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരുപാട് പെൺകുട്ടികളെ അമ്മ മുഖേന വലയിലാക്കിയിട്ടുണ്ടെന്ന്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കല്യാണം കഴിയാൻ കാരണം തന്നെ അച്ചായന്റെ അമ്മയാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് ഈ അച്ചായന്റെ അമ്മയുടെ സ്വഭാവം എന്താണോ എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കാണും. എന്നാലും ആകെ തുക ഇവര് ഈ ജിനു അച്ചായനെ കുറിച്ച് കൂട്ടിക്കുഴച്ച് അതൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജിനുവിന് നേരിടേണ്ടി വന്ന യാതനകളാണ്. അതിലൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ഇത്രയൊക്കെ യാതനകൾ സഹിച്ചിട്ടും ഏത് സമയവും ജിനുവിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പിന്നെ ജിനു ആ വീട്ടിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അതിന് ജിനു ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അതൊന്നും ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പം എനിക്ക് തോന്നുന്നു മേ ബി പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അവർക്കിടയിൽ നടന്നിട്ടുണ്ടാവും. അത് പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ ജിനുവിന്റെ ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ജിനു പറഞ്ഞതെല്ലാം അച്ചായനിൽ നിന്നും ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വേറെ ആ മറ്റേ ബന്ധു പറഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടതാണ്. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് ഇത്രയും നാളും ഈ ജനങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് നടക്കുകയായിരുന്നു ഈ അച്ചായൻ. ഇപ്പൊ അയാളുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.